ലോക്സഭയ്ക്ക് പിന്നാലെ രാജ്യസഭയിലും പ്രതിപക്ഷ എംപിമാർക്കെതിരെ കടുത്ത നടപടിയെടുത്ത കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. 45 അംഗങ്ങളെയാണ് കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തത്. പാർലമെന്റിൽ നടന്ന പുകയാക്രമണം സംബന്ധിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിൽ പ്രതികരിക്കണം എന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം. ഇതാണ് കടുത്ത നടപടിയിലേക്ക് എത്തിച്ചത്. ലോക്സഭയിൽ നിന്ന് 34 അംഗങ്ങളെ പുറത്താക്കിയിരുന്നു. തൊട്ടു പിന്നാലെയാണ് രാജ്യസഭയിൽ 45 പേരെ സസ്പെൻഡ് ചെയ്തത്. കോൺഗ്രസ് എംപിമാരായ ജയറാം രമേശ്, രൺദീപ് സുർജേവാല, കെ.സി. വേണുഗോപാൽ തുടങ്ങിയ പ്രമുഖ നേതാക്കളെയെല്ലാം സസ്പെൻഡ് ചെയ്തു. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം കഴിയും വരെയാണ് സസ്പെൻഷൻ. പാർലമെന്റ് ആക്രമണം സംബന്ധിച്ച് സർക്കാർ സഭയിൽ കൃത്യമായ പ്രതികരണം നടത്താതിരുന്നതാണ് പ്രതിഷേധത്തിലേക്ക് നയിച്ചത്. 11 എംപിമാരുടെ സസ്പെൻഷൻ പ്രിവിലേജ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് ലഭിക്കുന്നതുവരെ തടഞ്ഞിട്ടുണ്ട്. ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിഷേധം കാരണം കഴിഞ്ഞ ദിവസം നടപടികൾ വരെ തടസ്സപ്പെട്ടു. സഭയുടെ അന്തസ്സ് പാലിക്കണമെന്ന് രാജ്യസഭാ ചെയർമാൻ ജഗദീപ് ധൻഖർ തുടർച്ചയായി ആവശ്യപ്പെട്ടെങ്കിലും പ്രതിഷേധം തുടരുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ നിന്ന് 13 പ്രതിപക്ഷ അംഗങ്ങളെയും രാജ്യസഭയിൽ നിന്ന് ഒരംഗത്തെയും സസ്പെൻഡ് ചെയ്തിരുന്നു. ഇതോടെ 92 പ്രതിപക്ഷ അംഗങ്ങളെയാണ് പാർലമെന്റിന്റെ ഇരുസഭകളിൽ നിന്നുമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ജനാധിപത്യം അട്ടിമറിക്കുകയാണ് സർക്കാർ ചെയ്യുന്നതെന്ന് കെ.സി. വേണുഗോപാൽ ഇതിനെതിരെ പ്രതികരിച്ചിരുന്നു. കഴിഞ്ഞയാഴ്ചയാണ് ലോക്സഭ വൻ സുരക്ഷാ വീഴ്ചയുണ്ടായത്. പാർലമെന്റിൽ ഭീകരാക്രമണമുണ്ടായതിന്റെ 21ാം വാർഷിക ദിനത്തിലായിരുന്നു സംഭവം. ലോക്സഭയുടെ സന്ദർശക ഗ്യാലറിയിൽ നിന്ന് 2 പേർ സഭയിലേക്ക് ചാടി വീഴുകയും പുക പരത്തുകയുമായിരുന്നു. ഇവരെ അംഗങ്ങളും സുരക്ഷാ ഉദ്യോഗസ്ഥരും ചേർന്ന് പിടികൂടി പോലീസിന് കൈമാറി. വർദ്ധിച്ചുവരുന്ന തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വ്യത്യസ്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ് പ്രതികൾ ചെയ്തതെന്നായിരുന്നു പിന്നീടുള്ള വിവരം. സംഭവത്തിന് പിന്നിലുണ്ടായിരുന്ന എല്ലാവരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടക്കുകയാണ്. വിഷയം രാഷ്ട്രീയവൽക്കരിക്കരുത് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിച്ചത്. എന്നാൽ പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ വിഷയത്തിൽ സഭയിൽ പ്രതികരിക്കാത്തതാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊയ്ത നേട്ടം പാർലമെന്റിൽ ബി.ജെ.പിക്ക് ഗുണം ചെയ്യണമെങ്കിൽ ഇനിയും കാത്തിരിക്കേണ്ടി വരും. ആ വിജയം വെച്ച് പാർലമെന്റിൽ ബി.ജെ.പി കളിയിറക്കിയാൽ ക്ഷീണമാകും ഫലം എന്നാണ് പുതിയ റിപ്പോർട്ട്. രാജ്യസഭയിൽ ഭൂരിപക്ഷം നേടുക എന്ന കടമ്പ കടക്കാൻ ഇപ്പോഴത്തെ വിജയം ബി.ജെ.പിയെ സഹായിക്കില്ല. പതിവ് സീറ്റ് നിലനിർത്താൻ മാത്രമേ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് സാധിക്കുകയുള്ളൂ. അതേസമയം കോൺഗ്രസിന് നേട്ടമുണ്ടാക്കാൻ അവസരം ഒരുങ്ങിയിട്ടുണ്ട്. മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളുടെ ഭരണമാണ് ബി.ജെ.പി പിടിച്ചത്. ഇതിൽ രാജസ്ഥാനും ഛത്തീസ്ഗഡും കോൺഗ്രസ് ഭരണത്തിലായിരുന്നു. അടുത്ത വർഷം ഏപ്രിലിലാണ് രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുപ്പ്. ബി.ജെ.പിക്ക് 7ഉം കോൺഗ്രസിന് 2 സീറ്റുകൾ നിലനിർത്താം എന്ന നിലയിലാണ് ഇവിടെയുള്ള കക്ഷിനില. മധ്യപ്രദേശിൽ 1 സീറ്റും രാജസ്ഥാനിലെ 1 സീറ്റുമാണ് കോൺഗ്രസിന് നിലനിർത്താൻ സാധിക്കുക. അതേസമയം കോൺഗ്രസ് നേട്ടം കൊയ്യുക തെലങ്കാനയിൽ നിന്നാണ്. ബി.ആർ.എസിൽ നിന്ന് സീറ്റുകൾ പിടിക്കാൻ കോൺഗ്രസിന് സാധിക്കും. 2 രാജ്യസഭാ സീറ്റുകളാണ് തെലങ്കാനയിൽ നിന്ന് കോൺഗ്രസിന് ലഭിക്കുക. തെലങ്കാനയിൽ മികച്ച വിജയം നേടാൻ സാധിച്ചതാണ് കോൺഗ്രസിന് രാജ്യസഭയിൽ നേട്ടമാകുക. അതേസമയം 2026, 28 എന്നീ വർഷങ്ങളിൽ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റുകളിൽ ബി.ജെ.പിക്ക് മേൽക്കൈ ലഭിച്ചേക്കാം. ഈ വേളയിൽ കൂടുതൽ അംഗങ്ങളെ ബി.ജെ.പിക്ക് രാജ്യസഭയിലേക്ക് അയക്കാം. സമാനമായ നേട്ടം തെലങ്കാനയിൽ കോൺഗ്രസിനും ലഭിക്കും. രാജ്യസഭയിലെ ബി.ആർ.എസ് അംഗങ്ങളുടെ എണ്ണം കുറയുമെന്ന് മാത്രം.